അവധിക്ക് നാട്ടിലെത്താൻ ഒരു വഴിയുമില്ലാതെ വലയുകയാണ് മലയാളികൾ. ക്രിസ്മസ് അവധിക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് മുതലെടുക്കുകയാണ് നാട്ടിലെ വിമാന കമ്പനികളും സ്വകാര്യ ബസ് ലോബിയും എന്ന് തന്നെ പറയാം. സാധാരണക്കാരന് താങ്ങാൻ കഴിയുന്നതിലും ഇരട്ടിയിലധികം തുകയാണ് യാത്രാ ടിക്കറ്റിനായി ഇവർ പിഴിഞ്ഞെടുക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിരവധി മലയാളികളാണ് പഠനത്തിനായും ജോലിക്കായും താമസിക്കുന്നത്. ഇവരൊക്കെ അവധിക്കായി നാട്ടിലേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് ടിക്കറ്റ് നിരക്കിൽ ഈ കൊള്ള നടത്തുന്നത്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങളിലേക്കുമുള്ള ടിക്കറ്റ് നിരക്കുകളിൽ 25% വരെയാണ് ചില എയർലൈൻ കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അവധിക്കാലത്തെ ട്രെയിൻ ടിക്കറ്റുകൾ നേരത്തെ തന്നെ കാലിയായതും ആവശ്യത്തിനനുസരിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പരമാവധി മുതലെടുക്കുകയാണ് എയർലൈൻ കമ്പനികൾ. 17,000 രൂപ വരെയാണ് നിരക്ക് ഉയർന്നത്. ഡിസംബർ 21 മുതലുള്ള വിമാന ടിക്കറ്റുകൾക്ക് നിരക്ക് ഉയർന്നിട്ടുണ്ട്. 10,000 രൂപ മുതൽ 15,000 രൂപ വരെയാണ് ഇപ്പോൾ മിക്ക എയർലൈനുകളും ഈടാക്കുന്ന ഏകദേശ ടിക്കറ്റ് നിരക്ക്. നേരത്തെ ഓണം, ദീപാവലി അവധി സീസണുകളിലും ടിക്കറ്റ് നിരക്ക് ഉയർന്നിരുന്നു. ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് ബാംഗ്ലൂർ മലയാളികളാണ്. മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കേരളീയർ ജോലി സംബന്ധമായും വിദ്യാഭ്യാസത്തിനായും ബാംഗ്ലൂരിനെ ആശ്രയിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്പെഷ്യൽ ട്രെയിനുകൾ ആവശ്യത്തിന് ഓടാത്തത് വലിയ തിരിച്ചടിയാണ് സൃഷ്ടിക്കുന്നത്. ഓണത്തിന് മുന്നോടിയായി ബാംഗ്ലൂർ കൊച്ചി റൂട്ടിൽ വന്ദേ ഭാരത് സ്പെഷ്യൽ ട്രെയിൻ സർവീസ് നടത്തിയിരുന്നു. എന്നാൽ ക്രിസ്മസ് അവധിക്കാലത്ത് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നുമില്ല. അവധിക്ക് നാട്ടിലേക്ക് വരുന്നവരുടെ കഴുത്തിന് പിടിക്കുന്ന പതിവ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും തുടരുന്നുണ്ട്. അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.